കൊല്ലം കരുനാഗപ്പള്ളിയിലെ സന്തോഷിന്റെ കൊലപാതകം കൊട്ടേഷനെന്ന് സൂചന. ഒളിവിലുള്ള 5 പ്രതികളുടെ ചിത്രങ്ങളും പോലീസ് പുറത്തുവിട്ടു. കൊലയ്ക്ക് കാരണം 2 സംഘങ്ങൾ തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട വൈരാഗ്യമെന്ന നിഗമനം. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് കൊലപാതകം നടന്നത്. കരുനാഗപ്പള്ളിയിലെ സന്തോഷിന്റെ വീട്ടിലേക്ക് കാറിലെത്തിയ സംഘം സ്ഫോടക വസ്തു എറിഞ്ഞ ശേഷം ആക്രമിക്കുകയായിരുന്നു. വാളും കമ്പിപ്പാരയും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. പോലീസ് അന്വേഷണത്തിൽ സംഭവത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമാണെന്ന് കണ്ടെത്തി. കൊട്ടേഷൻ നൽകിയെന്ന് സംശയിക്കുന്ന ആലപ്പുഴ സ്വദേശി പങ്കജ് ഉൾപ്പെടെയുള്ള 5 പ്രതികളുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. അതുൽ, പ്യാരി, ഹരി, രാജപ്പൻ എന്നിവരാണ് സംഘത്തിലെ മറ്റുള്ളവർ. പ്രതികളെല്ലാവരും ഒളിവിലാണ്. കൊല്ലപ്പെട്ട സന്തോഷ് പങ്കജിനെ ആക്രമിച്ച കേസിൽ പ്രതി കൂടിയാണ്. കൊലയ്ക്ക് പിന്നിൽ മുൻവൈരാഗ്യമാണെന്ന് പോലീസ് ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതേ സംഘം ഓച്ചിറ വവ്വാക്കാവിൽ യുവാവിനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അനീർ ചികിത്സയിലാണ്. അക്രമി സംഘം ഉപയോഗിച്ച കാർ പോലീസ് കണ്ടെത്തിയിരുന്നു. കാറുടമയടക്കം 2 പേരെ പോലീസ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. പിന്നാലെയാണ് പോലീസ് കൊട്ടേഷൻ സംഘമാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നത്. കരുനാഗപ്പള്ളി ഓച്ചിറ കേന്ദ്രീകരിച്ചുള്ള 2 സംഘങ്ങൾ തമ്മിൽ വർഷങ്ങളായി തർക്കം നിലനിന്നിരുന്നു. ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഒളിവിലുള്ള പ്രതികൾ എല്ലാവരും നേരത്തെ തന്നെ വധശ്രമ കേസിലെ പ്രതികൾ കൂടിയാണ്. 1-ാം പ്രതി അതുൽ, പ്യാരി എന്നിവർക്കെതിരെ MDMA കേസുമുണ്ട്. ഒളിവിലുള്ള പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. ജനം, കൊല്ലം.